എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കക്കർച്ചി റോസ്റ്റുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്, ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കക്കർച്ചി. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുക്കുക. ആ പ്രഷർ കുക്കറിൽ കക്കർച്ചി ഇടുക. ഒരു തരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കക്കർച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് നമുക്ക് ഒരു വലിയ കഷ്ണം ഒരു ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒറ്റൊരു വിസിൽ അടിച്ചെടുക്കാം. കക്കർച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് 3 സവാള എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ഇതുപോലെ ഇച്ചിരി വലുതാക്കി തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. കക്കറച്ചി ഒരു വിസിലടിച്ചായിരുന്നു. ഇനി നമുക്ക് തുറന്നു നോക്കാം. എയർ പോയതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ കക്കറച്ചി പാകത്തിന് വെന്തിട്ടുണ്ട്. കക്കറച്ചിന്ന് വെള്ളം ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള എന്നിവ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റാം. കാരണം കുറച്ചിട്ടാൽ മതി. നമ്മ കക്കർച്ചി വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തായിരുന്നു ഉപ്പ്. സോ നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കർച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ കക്കർച്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം, അതായത് ചാറൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോഴത്തേക്കും ടക്ക് 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 എന്നൊക്കെ ഒച്ചയേക്കും. കാരണം ആരും കൊട്ടുന്നതല്ല, കക്കർച്ചി പൊട്ടുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മീറ്റ് മസാലപ്പൊടി എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. വെളിച്ചെണ്ണയൊക്കെ പോരാ എങ്കിൽ ചേർത്ത് കൊടുക്കണം. കാരണം നന്നായിട്ട് മൊരിഞ്ഞ് വരേണ്ടതാണ്. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്നിത് വരട്ടി 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 എടുക്കണം. വെളിച്ചെണ്ണയൊക്കെ പോരാ എങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക. കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവസാനം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ്. ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നു. പച്ചമുളക് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ആ കക്കർച്ചി വേവുന്ന സമയത്ത് നമുക്ക് ആ ഇഞ്ചി ഇട്ട സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് എന്തായാലും എരിവൊക്കെ വരും. പൊടികളൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ എന്തായാലും എരിവ് ഉണ്ടാവും. ഇനി പച്ചമുളക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, പിള്ളേർക്കും കൂടി കഴിക്കാനുള്ളതാണ്. അപ്പോൾ അവസാനം കുരുമുളക് പൊടിയും കൂടി ഇട്ടല്ലോ, ആവശ്യത്തിന് എരിവൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കക്കർച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത്. കക്കർച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.